ഹലോ ഗിന്നു, എന്താ ഇത് ഫുൾ കറക്കമാണല്ലോ. ഇതിപ്പോ എങ്ങോട്ടേക്കാ യാത്ര? നമ്മൾക്ക് ഒന്നിച്ചു പോകാം. ഹലോ ഗിന്നു, നമുക്ക് ഒന്നിച്ച് തന്നെ പോവാം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ പുഞ്ചക്കരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം നമ്മൾ ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മൾ ഇവിടെയാണ് കിരീടം പാലമൊക്കെ ഉള്ളത്. പക്ഷെ കിരീടം പാലം നമ്മൾ മനസ്സിൽ കണ്ട ആ ഒരു വ്യൂ ആയിരുന്നില്ല നേരിട്ട് കണ്ടപ്പോൾ. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എന്നെ കളിയാക്കിയപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാനുള്ള മൂഡ് അങ്ങ് പോയി. അതുകൊണ്ട് കിരീടം പാലം മിസ്സായിപ്പോയി. അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു സങ്കടം നമ്മൾ തീർക്കാൻ വേണ്ടിയിട്ട് നേരെ പുഞ്ചക്കരി ഷാപ്പിലേക്കാണ് കയറിയത്. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് എന്തെങ്കിലും നമുക്ക് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ആ ഒരു മനസ്സിൻ്റെ വിഷമം അങ്ങ് മാറിക്കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങളിതേ പുഞ്ചക്കരി ഷാപ്പിലേക്ക് വരികയാണ്. നല്ല ആംബിയൻസിലാണ്, പുഴയുടെ നടുക്കായിട്ട് ഇങ്ങനെ ഒരു ഹട്ട് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയായിരുന്നു സംഭവം കാണാൻ. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനും നല്ല രസമായിരുന്നു. ഒരു ചെറിയ മഴയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായേനെ. ആഹാ, കൊള്ളാമല്ലോ. കിടിലൻ ആംബിയൻസ് ആണല്ലോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ. മാജിക്ക് പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ സന്തോഷം തന്നെയായിരുന്നു. ആ ഒരു ആംബിയൻസ് തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഫുഡിനെ പറ്റി വലിയ കാര്യമൊന്നും പറയാനില്ല. ഫുഡ് കിട്ടിയാൽ കഴിക്കും എന്നല്ലാതെ അതിനെപ്പറ്റി വലിയ ആധികാരികമായിട്ട് പറയാനൊന്നുമില്ല. പിന്നെ കള്ള് ഷാപ്പിലാണ് കയറിയെങ്കിലും നമ്മൾ കള്ളൊന്നും ഓർഡർ ചെയ്തില്ല. നമ്മൾ ഫുഡാണ് ഓർഡർ ചെയ്തത്. സാധാ ഫുഡ് തന്നെയായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫുഡിനേക്കാളും മറ്റെന്തിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ആംബിയൻസും ഈ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ശരിക്കും ഒരു മഴയെ ഞാൻ ആ സമയത്തോടെ മിസ് ചെയ്തു. ശരിക്കും മഴക്കാരൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. മഴ പെയ്യുമെന്ന് കരുതിയിരുന്നേന്, പക്ഷെ മഴ പെയ്തില്ല. ഇതാ കപ്പയും ബീഫും പൊറോട്ടയും ചിക്കനും പിന്നെ മീൻകറിയും അങ്ങനെ കുറച്ച് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇനിയിപ്പോ ഗിന്നുവിന് ആരെയും വേണ്ട. ഗിന്നുവേ, ഇതൊരു മത്സരമൊന്നുമല്ലേ. നീ പോടാ മാജിക്ക്, എന്നെ കളിയാക്കാൻ കിട്ടുന്ന ഒരവസരവും നീ പാഴാക്കരുതേ. അപ്പോൾ എന്തായാലും ഞാനിതങ്ങ് കഴിച്ച് തീർക്കട്ടെ. ഓക്കെ, ബൈ.